أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله وصفيه من خلقه وحبيبه اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള KICR-ലെ എന്റെ പ്രിയങ്കരരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെയും മതിയായ പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ കാരണമായി നമ്മുടെ കഴിഞ്ഞകാല പാവങ്ങളൊക്കെയും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജോലികളിലും നമ്മുടെ കച്ചവടങ്ങളിലും നാം ഏർപ്പെടുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും അല്ലാഹു റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾക്കൊക്കെ ശുക്ർ ചെയ്യുന്ന ഷാക്കിരീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയും ആ നിഅമത്തുകൾ എന്നെന്നും നമ്മിൽ നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ഉസ്താദന്മാരോ തങ്ങന്മാരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ ആബിദ് തങ്ങള് തുടങ്ങിയ ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ കാര്യങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യവും അതൊക്കെ ഒരു ബർക്കത്താണ്. മഹാന്മാരായ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, അവരുടെയൊക്കെ സാന്നിധ്യം, അവരുടെയൊക്കെ ദുആ, അതൊക്കെ നമുക്കൊരു വലിയ ബർക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാന്മാരുടെ കാൽപ്പാടുകൾ പിൻപറ്റി ജീവിക്കുന്ന, അവരുടെ കുരുത്തവും പൊരുത്തവും ഒക്കെ നേടുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്നലെ പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഞങ്ങൾ ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ല. സാധാരണ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറില്ല. കറണ്ട് പോയതായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങളൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്തൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാവാറില്ല. ഇന്നലെ എന്താണോ പെട്ടെന്ന് കറണ്ട് പോയി. കുറച്ച് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോത്തിന് വരികയും ചെയ്തു. ഏതായാലും ശരി, എന്താവും അത് മന്ത്രിന്റെ ഇവിടെ പിന്നെ അയാളെ കുഴപ്പമൊന്നുമല്ലല്ലോ. നമ്മുടെ നാട്ടിലങ്ങനെ ഉണ്ടാവാം. ഇവിടെ മന്ത്രിന്റെയും നിലമ്പൂരത്തെ ആ പ്രശ്നമൊന്നുമല്ല. ഇവിടെ എന്താണെന്നറിയില്ല. ഏതായാലും ശരി. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വരാൻ മടിക്കേ. കുറച്ച് കഴിഞ്ഞപ്പോ കറണ്ട് വന്നു. പിന്നെ അപ്പോഴേക്കിനും വേറെ പരിപാടി തുടങ്ങിയോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴേക്കിനും പിന്നെ വാങ്ങി കൊടുക്കാനൊക്കെ ആയില്ലേ. ആ ഹദീസ് ഇൻഷാ അള്ളാ നമുക്ക് ഇന്നലെ പിന്നെ എന്താ ആയത് നിങ്ങൾക്കറിയില്ല. പറഞ്ഞുകൊണ്ടിരുന്ന ഹദീസ് കംപ്ലീറ്റ് ആക്കിയോ ഇല്ലേ എന്നറിയില്ല. ഏതായാലും ശരി, ഇൻഷാ അള്ളാ ഞാനതൊന്ന് ചെറിയ രീതിയിൽ അതൊന്ന് പൂർത്തിയാക്കിയതിന് ശേഷം ഇൻഷാ അള്ളാ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപാട് നല്ല നല്ല വിഭവങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ് റൂമിലുള്ളത്. വിജ്ഞാന ദാഹികൾക്ക്, അതിനാഗ്രഹിക്കുന്ന ആളുകൾക്ക് മതിയാവോളം ആസ്വദിക്കാൻ, അനുഭവിക്കാനൊക്കെയുള്ള വളരെ വിഭവസമൃദ്ധമായ വിജ്ഞാന വിരുന്നാണ് ഇതിന്റെ സംഘാടകർ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ക്ലാസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് പോരായ്മകളൊക്കെ പരിഹരിച്ച് ഇടപെടേണ്ടിടത്തൊക്കെ ഇടപെട്ട് വേണ്ടതുപോലെ ഈ ക്ലാസ്സിനെ നയിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ട്. ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകളായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുന്നതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ ക്ലാസ് റൂമിലൂടെ വിജ്ഞാന വിരുന്നുകൾ ആസ്വദിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയ
സഹോദരങ്ങളെ, ഇന്നലെ നാം പറഞ്ഞു വെച്ചത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസായിരുന്നു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ നുഖാമത്തൻ ഫിൽ ഖിബ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്പം കഫം അവിടുത്തെ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുൻഭാഗത്ത് കാണുകയുണ്ടായി. ഖിബ്ലയുടെ ഭാഗത്ത് മുഖത്തിന്റെ മുന്നിലായിട്ട് കഫം കാണുകയുണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അത് സംഗതി നജസൊന്നും അല്ല, എന്നാൽ കൂടി തങ്ങളെ വായയിലൂടെ പിന്നെ നമ്മളൊക്കെ വായയിലൂടെ വരുന്നതാണ് എങ്കിൽ കൂടി ആ വായയിൽ നിന്ന് അതിങ്ങോട്ട് പുറത്തു വന്നാൽ പിന്നെ അതിനോടൊരു അറുപ്പും വെറുപ്പും നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മളെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പിന്നെ കഫമാണെങ്കിൽ പോലും അത് പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പൊ തലച്ചോറിലായിട്ടോ നെഞ്ചിന്റെ ഭാഗങ്ങളിലായിട്ടോ അവിടുന്നൊക്കെയാണ് അത് വരല് എന്നാണ് പിന്നെ പറയപ്പെടുന്നത്. ഏതായാലും ശരി, അങ്ങനെ വരുന്നത് വരെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ വായയിലാകൊണ്ട് വന്നിട്ട് വായയുടെ പുറത്തേക്ക് വന്നാൽ പിന്നീട് നമ്മുടേതാണെങ്കിൽ പോലും അതിനോട് നമുക്ക് വെറുപ്പാണ് ഉണ്ടാകുക, അറുപ്പാണ് ഉണ്ടാകുക. അങ്ങനെയുണ്ട് മനുഷ്യന്റെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് പിന്നെ നമ്മളിങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വലിയ മാന്യന്മാരായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അത്രയൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ നടക്കും. അതിന്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ, വഹിച്ചു നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്നും വിഷമിക്കാറില്ല. പക്ഷെ അത് പുറത്തു വന്നാൽ പിന്നെ അത് എല്ലാവർക്കും വെറുപ്പുണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലോ, അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അതുപോലത്തെ ഒരു വസ്തു തന്നെയാണ് കഫം എന്ന് പറഞ്ഞാലും. അത് മറ്റതൊക്കെ നജസായിരിക്കാം, ഇത് നജസല്ല. എന്നാൽ പോലും അതിനെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ആകുന്നത് അതൊക്കെ ഒരു വെറുപ്പുണ്ടാകുന്ന കാര്യം തന്നെയാണ്. ആ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് പ്രകടിപ്പിച്ചു. റുഇയ ഫീ വജ്ഹിഹി, നബിയുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാമായിരുന്നു. അവിടത്തേക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, അവിടത്തേക്ക് ആ കഫം അവിടെ കണ്ടതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് അവിടുത്തെ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹുവിനോട് പറയാമായിരുന്നു അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുക. വേഗം അടുത്തുള്ള ആളാരാണോ അവരോട് പറയും, എന്താ അതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വൃത്തിയാക്കാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഇപ്പൊ പള്ളിയിലൊക്കെ ആണെച്ചാൽ തന്നെ ഇവിടെ എന്താ ഫറാഷില്ല എന്നൊക്കെ ചോദിച്ച് ഒച്ചപ്പാടുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുക. നാട്ടിലൊക്കെ ആണെച്ചാൽ എന്താണ് മുക്രിക്കാക്ക് പണി, ഇതൊന്നും കണ്ടുകൂടെ എവിടെ എന്നൊക്കെ പറഞ്ഞുകാണ്ട്, എന്താണ് ഇവിടെ ആൾക്കാരാകെ തുപ്പി നിറച്ചിരിക്കണല്ലോ പിന്നെ എന്നൊക്കെ പറഞ്ഞുകാണ്ട് മുറ്റത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മുക്രിക്കാണ്ട് നേരെ പടവാളെടുക്കാനാണ് നാം ശ്രമിക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫഖാമ ഫഹക്കഹു ബിയദിഹി, അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ടപാടെ അവിടുന്ന് ഫഖാമ, ഫാന്റെ ഒക്കെ പ്രയോഗം നമുക്കറിയാലോ. ഉടനെ അവിടുന്ന് എഴുന്നേറ്റ് അത് തന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷർഫാക്കപ്പെട്ട തിരു കൈകൾ കൊണ്ട് തന്നെ അത് വൃത്തിയാക്കുന്ന രംഗമാണ് വന്യരായ സ്വഹാബാ കിറാമിന് കാണാൻ കഴിയുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെയാണ്. അത് ഉടനെ അത് അവിടുത്തെ കൈകളെ കൊണ്ടുവരും. പക്ഷേ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് വൃത്തിയാക്കി, അല്ലെങ്കിൽ കൈ പിന്നെ മറ്റുള്ള വടിയുടെയോ എന്തെങ്കിലും സഹായം കൊണ്ട് അത് വൃത്തിയാക്കി. രണ്ടു നിലക്കാവാം, അതേതായാലും അങ്ങനെ വൃത്തിയാക്കുകയും ചെയ്തു. എന്നിട്ട് എല്ലാവർക്കും ഒരു പാഠമായിട്ട് അവിടുന്ന് ഉപദേശിക്കുകയാണ്, മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ. മേലിൽ ഇങ്ങനത്തെ ഒരു വിഷമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടായി എന്നതുപോലെ തന്നെയാണ് ഇനി ആരൊക്കെയാണോ അതിനെ അഭിമുഖീകരിക്കുന്നത്, അത് കാണുന്നത്, അവർക്കൊക്കെ ഈ വിഷമുണ്ടാകും. അതുകൊണ്ട് ആ വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് പറയുമ്പോഴ് നമ്മളും ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത ആണല്ലോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ അറബികളൊക്കെ ആ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അവരങ്ങനെ കഫം കാർക്കിച്ച് ബാഹനൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അലക്ഷ്യമായിട്ട് തുപ്പുന്ന ഒരു ചുറ്റുപാട് കാണാറില്ലല്ലോ സാധാരണഗതിയിൽ. എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല, ഒരിക്കലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അവര് വളരെ സൂക്ഷിച്ച് ഇനി അവരടുത്ത് ക്ലീനക്സ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് തുപ്പുക എന്നല്ല, അതും വളരെ പതുക്കെ.
അത് വല്ല ഹൂന്നൊന്നും ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കില്ല. അപൂർവം ചില വയസ്സന്മാരായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്നല്ലാതെ ഒരു സാധാരണഗതിയിലുള്ള ഒരു പിന്നെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ അതുപോലെ ഒരു മാന്യന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളൊന്നും അങ്ങനെ കാർക്കിച്ച് ഒരു വിഷമം മറ്റേ പുറത്തു വരുന്ന രീതിയിൽ ഒച്ചപ്പാടോ ബഹളമൊന്നും ഉണ്ടാക്കാതെ, അഥവാ കഫം വന്നാൽ തന്നെ വളരെ മാന്യമായ രീതിയിൽ അത് അവരുടെ പിന്നെ ക്ലീനക്സ് പോലത്തോ ഇതിലൊക്കെ ആക്കിയിട്ട് അത് സൂക്ഷിക്കുന്ന ഒരു ചുറ്റുപാട് അല്ലേ? അങ്ങനെയാണല്ലോ ഉണ്ടാവാറ്. നമ്മളത് വളരെ ഏത് പബ്ലിക്കിലായാലും ശരി, ഏത് ടൗണിലായാലും ശരി, അങ്ങനെ കഫം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് കാർക്കിച്ച് അലക്ഷ്യമായിട്ട് അത് ഇടത്തോട്ടോ വലത്തോട്ടോ അങ്ങനെ നോക്കണ്ട. അത് പിന്നെ അത് ഏത് സ്ഥലത്താണ്, റോഡുകളിലൂടെ ആളുകൾ നടന്നു പോകുന്ന സ്ഥലമാണ്, അവരുടെ കാലിൽ അത് പറ്റാം, പള്ളിയുടെ മുറ്റത്താണ്, അത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് വിഷമമുണ്ടാകും, അവരുടെ ചെരുപ്പിൽ അത് പറ്റും, അതൊന്നും നമ്മൾ ചിന്തിക്കൂലല്ലോ. നമ്മൾ കാർക്കിച്ചങ്ങ് തുപ്പുകയാണല്ലോ ചെയ്യാം എന്നല്ലേ? അത് തുപ്പേണ്ട സ്ഥലത്ത് പിന്നെ ആ തുപ്പണം എന്നിട്ട് വേറെ ചിലവരുണ്ട് ഈ പിന്നെ മുറുക്കാനൊക്കെ തിന്നണ വെത്തിലൊക്കെ തിന്നണ ആളുകളുണ്ട്. വല്ലാത്ത ഇതുണ്ടാവും, ഒന്നായിട്ട് ഇങ്ങോട്ട് തുപ്പി നിറച്ചിട്ടുണ്ടാവും അവിടെ. ഇനി സിഗരറ്റ് വലിക്കുന്ന ആളുകളാണെങ്കിൽ ആ സിഗരറ്റിന്റെ കുപ്പി, അത് സിഗരറ്റ് വലിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീടി വലിക്കുന്നവർക്ക് ഓൽക്ക് വലിയ പിന്നെ വല്ലതായിരിക്കും, ആ കുറ്റി പോലും വലിയ പുണ്യമുള്ളതായിരിക്കും. പക്ഷെ അതൊന്നും ഉപയോഗിക്കാത്ത ശരാശരി ഒരു മനുഷ്യന് അതൊക്കെ കാണുമ്പോൾ ഒരു വെറുപ്പാണല്ലോ. പക്ഷെ എന്റെ സഹോദരന് ഇതുകൊണ്ട് വെറുപ്പുണ്ടാവും. ഞാൻ ഈ അലക്ഷ്യമായിട്ട് ഇതിവിടെ ഉപേക്ഷിക്കുന്നത് എന്റെ സഹോദരന് വിഷമുണ്ടാവും എന്ന് ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെയായി പോകുന്നു. പലപ്പോഴും അത് നമുക്ക് മനസ്സിലാകാതെയായി പോകുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അലക്ഷ്യമായിട്ട് നാം തുപ്പുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുകൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അങ്ങനല്ല വേണ്ടത്. മറിച്ച് അതിനൊക്കെ ഒരു ചുട്ടോ ഒരു മര്യാദയും ഒരു അദബ് അലൊക്കെ വേണം അതിന് എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന അഹദകും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹ് വഇന്ന റബ്ബഹു ബൈനഹു വബൈനൽ ഖിബ്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വളരെ ചെറിയ വാക്കുകളിലൂടെ വലിയൊരു ആശയം അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ അല്ലാഹുമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്, നിസ്കാരം എന്നത് അതിന്റെ അതിനുള്ളൊരു മാധ്യമമാണ്. അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത്, അതാണ് വിഷയം. അല്ലാഹുമായിട്ടുള്ള സംഭാഷണം, അല്ലാഹുമായിട്ട് അല്പസമയം. ഇതുവരെ അവൻ ദുനിയാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദുനിയാവിന്റെ ആളുകളുമായിട്ട്, അവന്റെ സുഹൃത്തുക്കളുമായിട്ട്, അവന്റെ മേലുദ്യോഗസ്ഥരുമായിട്ട്, അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി, അവന്റെ സഹപ്രവർത്തകരുമായിട്ടൊക്കെയായിരുന്നു അവൻ സംവദിച്ചുകൊണ്ടിരുന്നത്, അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്, അവൻ ഇടപഴകിക്കൊണ്ടിരുന്നത് അവന്റെ മാതാപിതാക്കളുമായി, മക്കളുമായി, ഭാര്യയുമായിട്ടാണ്. ഇപ്പോൾ അങ്ങനെയല്ല. അവരുടെയും നിന്റെയും ഒക്കെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള മുനാജാത്ത്, അതിനുവേണ്ടി അല്പസമയം. പടച്ച റബ്ബ് എത്ര കരുതലോടെയാണത് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സമയം നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക്, നിങ്ങൾ തമ്മിൽ സംഭാഷണങ്ങൾ നടത്താൻ, ആശയങ്ങൾ കൈമാറാൻ, ആശയവിനിമയം നടത്താൻ ഒരുപാട് സമയം തന്ന അല്ലാഹു സുബ്ഹാനഹു തആല ആ അല്ലാഹുമായിട്ടുള്ള മുനാജാത്തിന്, അല്ലാഹുമായിട്ടുള്ള ആശയവിനിമയത്തിന് അല്പസമയം മാത്രം നീക്കിവെക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ അല്പസമയം പോലും അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുമായിട്ട് മാത്രം ഒരു മുനാജാത്തിന്, മാത്രം ഒരു സംഭാഷണത്തിന്, ഒരു ആശയവിനിമയത്തിന് നീക്കിവെക്കാൻ എന്തുകൊണ്ടോ പലപ്പോഴും നമുക്ക് കഴിയാതെയായി പോകുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോഴും നമ്മുടെ ചിന്ത നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുനിയാവുമായിട്ട് ഞാൻ നേരത്തെ നടത്തിയ സംഭാഷണങ്ങളുടെ ആരോടൊക്കെയാണോ നാം സംവദിച്ചിട്ടുള്ളത് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് തന്നെയാണ് പിന്നെയും നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മളെ ചർച്ച നമ്മുടെ കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ മറ്റു കാര്യങ്ങളുമായിട്ടുള്ള, നമ്മുടെ കൃഷിയുമായിട്ട്, നമ്മുടെ മറ്റു വ്യവഹാരങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. സത്യത്തിൽ അപ്പോഴെങ്കിലും അല്ലാഹുമായിട്ടുള്ള മുനാജാത്താണ് ഇവിടെ നടക്കുന്നത് എന്ന ഓർമ്മ എനിക്കോ നിങ്ങൾക്കോ വരുന്നില്ല. നിങ്ങൾക്ക് വരുന്നുണ്ടാവും മടച്ചറബേ, ഞാൻ അങ്ങനെ പറഞ്ഞുകൂടാ. എനിക്ക് വരുന്നില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ആ നല്ല നിലക്ക് നിസ്കരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ ആ ഇബാദത്തിന്റെ മാധുര്യം, അതിന്റെ രസം അനുഭവിക്കാൻ
നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടോ അതിന് നമുക്ക് എനിക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ തുറന്ന് സമ്മതിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹമുണ്ട്, പക്ഷെ ആ രംഗത്തേക്ക് കണ്ട് എത്തുന്നുണ്ടോ എന്ന് വളരെ സംശയമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനൊക്കെ ആഗ്രഹമുണ്ട്, നമ്മൾ അങ്ങനൊക്കെ ആ നല്ല നിലക്ക് ഒരിക്കലും മനസ്സ് പതറാതെ, മനസ്സ് ആ ബിന്ദുവിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോരാത്ത രീതിയിൽ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള മുനാജാത്ത് മാത്രമാവാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ അങ്ങനെ സംഭവിക്കുന്നത് കാണില്ല. ഏതായാലും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവന്റെ മഹ്ള് ഫള് കൊണ്ട് നമ്മുടെ ഇബാദത്തിൽ വരുന്ന വീഴ്ചകളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. അതാണ് പിന്നെ നമുക്കുള്ളൊരു പ്രതീക്ഷ. സർവശക്തനായ തമ്പുരാൻ വലിയ കാരുണ്യവാനാണ്. എത്രയൊക്കെയാണെങ്കിലും അവന്റെ കാരുണ്യം മികച്ചു നിൽക്കും. നമ്മൾ ഭാവികളാണ്, ദോഷികളാണ്, നമ്മൾ വളരെ ബലഹീനരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ സർവശക്തനായ തമ്പുരാനിൽ, കാരുണ്യനിധിയായ അള്ളാഹുവിൽ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതാണ് നമ്മുടെ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഏതായാലും അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ സത്യത്തിൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് അവിടെ സംഭവിക്കുന്നത്. അള്ളാഹുമായിട്ടുള്ള ഒരു ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അള്ളാഹു സത്യത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഖിബ്ലയുടെയും നിങ്ങളുടെ മുൻഭാഗത്തിന്റെയും വഇന്ന റബ്ബുഹു ബൈനഹു വബൈനൽ ഖിബ്ല, നിങ്ങളുടെ ഖിബ്ല നിങ്ങളുടെ മുൻഭാഗം അതിന്റെയും ഇടയിലാണ് അള്ളാഹു എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന രീതിയിലാണ്. അത്രയും അടുത്ത് നിന്ന് ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഒരാളോട് നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ ഏത് രീതിയാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഏത് നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുക, അതേ രീതിയിലാണ് സത്യത്തിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ്. നിങ്ങളുടെ മുൻഭാഗത്ത് തന്നെ നിങ്ങൾ എന്തൊന്നിനെ മറയാക്കിയാണോ നിസ്കരിക്കുന്നത്, എന്തൊന്നിനെ ഖിബ്ലയാക്കിയാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്, അതിന്റെയും നിങ്ങളുടെയും ഇടയിൽ സർവശക്തനായ നിങ്ങളുടെ റബ്ബ് അവിടെ ഉണ്ട് എന്ന ചിന്തയിലാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഫലാ യബ്സുഖന്ന അഹദുക്കും ഖിബലൽ ഖിബ്ലത്തി, ഒരാൾ പോലും നിങ്ങളുടെ മുൻഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ എപ്പോൾ തുപ്പുകയാണെങ്കിലും ഒരിക്കലും നിങ്ങളുടെ മുൻഭാഗത്തേക്ക് നിങ്ങൾ തുപ്പാൻ പാടില്ല. നിങ്ങൾ തുപ്പുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പണം, അല്ലെങ്കിൽ കാലിനടിയിലേക്ക് തുപ്പണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഇത് രണ്ടും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്താണ്. എന്നാൽ ഒന്നുകൂടി, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ തുപ്പുക എന്നുള്ളത് കഫം വരിക എന്നുള്ളത് ചിലർക്ക് അത് കൂടുതലായിട്ട് വരും, ചിലർക്ക് അപൂർവമായിട്ട് വരും. എന്തായാലും തുപ്പുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. അഥവാ അങ്ങനെ തുപ്പുകയാണെങ്കിൽ ആ കഫൻ നിങ്ങളുടെ ഇടത്ത് ഭാഗത്തേക്ക് ആയിരിക്കണം, ഇടത്തെ ഭാഗത്തേക്ക് തുപ്പണം. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വലത്തെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. ആ വലത്തെ ഭാഗം ആദരവിന്റെ, ബഹുമാനത്തിന്റെ ഒക്കെ സൂചന നൽകുന്ന, അല്ലെങ്കിൽ അതിന്റെ പര്യായമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ആദരവിനെ ഹനിക്കുന്നതിന് തുല്യമാണ് വലത്തെ ഭാഗത്തേക്ക് തുപ്പുക എന്നുള്ളത്. ആ ബഹുമാനത്തെ കുറക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ അവിടെ. എല്ലാ ഭാഗത്തും ഉണ്ടാവും മലക്കുകൾ. അപ്പൊ വലത്തെ ഭാഗത്ത് അത് ആദരിക്കേണ്ടതാണ്. പലപ്പോഴും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തെ ഭാഗത്തിനെ ആദരിച്ചിരിക്കുന്നു. എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വലത്തുഭാഗത്തുനിന്ന് തുടങ്ങാറുണ്ടായിരുന്നു. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് വലതുഭാഗം മാത്രമല്ല, ഒരു സെറ്റ് പോകുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് വലത്തുഭാഗത്തുള്ള ആളുകളാണ് ആദ്യം ഇറങ്ങേണ്ടത് എന്ന് തുടങ്ങി ഒരുപാട് വലത്തെ ഭാഗത്തെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങൾ പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കാം ആ വലതുഭാഗത്തെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പുന്നതിൽ നിന്ന് ഒഴിവായത്. അവിടെ ആ ഭാഗത്തേക്ക് തുപ്പിക്കൂടാ, മുൻഭാഗത്തേക്കും തുപ്പിക്കൂടാ. മറിച്ച് അഥവാ നിങ്ങൾ തുപ്പണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പിക്കോളൂ. ഇനി അല്ലെങ്കിൽ പിന്നെ കാലിനടിയിലേക്ക്,
എന്ന് വെച്ചാൽ മണ്ണിൽ തുപ്പിയിട്ട് കാലിനടിയിൽ വരുന്ന രീതിയിൽ എന്ന് വെച്ചാൽ മണ്ണ് അതിന്മേൽ മറിച്ചിടുന്ന ഒരു രീതിയിൽ ആ കഫത്തെ മണ്ണ് കൊണ്ട് മൂടുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു സംവിധാനം, ഒരു ചുറ്റുപാട്, അതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. ഇതും പറഞ്ഞ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊന്നുകൂടി അവർക്ക് കാണിച്ചു കൊടുത്തു. സുമ്മ അഖദ ത്വറഫ റിദാഇഹി, അവിടുത്തെ തട്ടത്തിന്റെ തലഭാഗം ഇങ്ങോട്ടെടുത്തു. എന്നിട്ട് ഫബസഖ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ തുപ്പി. സുമ്മ റദ്ദ ബഅ്ളുഹു അലാ ബഅ്ള്, പിന്നെ അതിന്റെ ചില ഭാഗങ്ങൾ, ആ വസ്ത്രത്തിന്റെ ചില ഭാഗത്തേക്ക് തിരുമ്പിയിട്ട് അങ്ങനെ പിന്നെന്താക്കുക, അത് അതിനെ ഒരു ഇതിനെ തിരുമ്പുകയെന്നറിയില്ല നമ്മള്, അങ്ങനെ അതിന്റെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അത് തിരുമ്പുക. അങ്ങനെ തിരുമ്പിയതിനു ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഔ യഫ്അലു ഹാക്കദ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ. അതിന്റെ അസറുകൾ, ആ കഫത്തിന്റെ അസർ, ആ തുപ്പുനീരിന്റെ അടയാളം അവിടുന്ന് പോകാൻ വേണ്ടി ആ വസ്ത്രങ്ങൾ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് അതുകൊണ്ട് മായ്ച്ചു കളയുക. അസർ അവിടെ ഉണ്ടാക്കാത്ത രീതിയിൽ ആ നനവ് മാത്രം ഉണ്ടാകുന്ന ഒരു ചുറ്റുപാട് നിങ്ങൾ ആ വസ്ത്രത്തിൽ, ആ തട്ടത്തിൽ ഉണ്ടാക്കി തീർക്കുക. അങ്ങനെയാണ്. പിന്നെ ആർക്കും ശല്യമല്ല. അത് പിന്നെ വേണമെങ്കിൽ അവനക്ക് പോയിട്ട് കഴുകിയിട്ടത് വൃത്തിയാക്കുകയും ചെയ്യാലോ. അങ്ങനെ ഒരു വല്ല ബുദ്ധിമുട്ടും തോന്നുകയാണെങ്കിൽ പിന്നീട് അത് കഴുകുകയും ചെയ്യാം. ആ രീതിയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവത്തിലൂടെ വലിയൊരു കാര്യം ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇത് ഇനി പറയുമ്പോൾ മൊത്തത്തിൽ തുപ്പുന്നതിന്റെ ചുറ്റുപാട് നമ്മളൊക്കെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര കിതാബുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ മടക്കുക, ശരിയാ, മടക്കുക, ചുരുട്ടുക, തിരുമ്പുക പറഞ്ഞിട്ട് ചുരുട്ടുക എന്നും പറയല്ലേ, ചുരുട്ടുക, മടക്കുക, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഏതായാലും ശരി, ആ രീതിയിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു. അത് നമ്മൾ ഈ തുപ്പുന്ന വിഷയങ്ങള് എന്താണ് അതിന്റെ ശർഈയായ ചുറ്റുപാട് എന്നും എന്തായിരുന്നു അതിന്റെ കാരണം, മുൻഭാഗത്തേക്കും വലഭാഗത്തേക്കും തുപ്പരുത്, അത് കറാഹത്താണ്, ഇടതുഭാഗത്തേക്കോ കാലിനടിയിലേക്കോ ഒക്കെയാണ് തുപ്പേണ്ടത്, എപ്പോൾ തുപ്പുകയാണെങ്കിലും എന്നൊക്കെ പറയാനുള്ള ചുറ്റുപാട് എന്താണ്, അതിന്റെ ശർഈയായ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും അലക്ഷ്യമായിട്ട് ചെയ്യേണ്ടതല്ല. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം കണ്ടോ, ഇത്രയും നിസ്സാരമായ കാര്യമാണെങ്കിലും അതിൽ ചില കണിശമായ ചുറ്റുപാട്, നിലപാട് ഒരു സത്യവിശ്വാസി സ്വീകരിച്ചേ പറ്റൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെറിയ സംഭവത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുക. അലക്ഷ്യമായിട്ടുള്ള ഒരു ജീവിതമല്ല സത്യവിശ്വാസി സ്വീകരിക്കേണ്ടത്. എങ്ങനെങ്കിലും അങ്ങോട്ടാകുക, എന്തെങ്കിലും ആകുക, ആ ചുറ്റുപാട് സ്വീകരിച്ചൂടാ. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും അതിലൊക്കെ ഇസ്ലാമിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഇത് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മളിത് അങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. സത്യത്തിൽ ജീവിതത്തിന്റെ വലിയ വലിയ മേഖലകളിൽ ഇസ്ലാം പരാമർശിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും വിട്ടേച്ചു പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്ത് ഇസ്ലാമിനല്ലാതെ കാണാൻ കഴിയില്ലല്ലോ. എത്ര ചെറിയ കാര്യം, ഇപ്പൊ നമുക്കൊരു തുപ്പുന്ന കാര്യം പോലും വളരെ വിശദമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വന്യരായ സ്വഹാബ കിറാമിനെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രാക്ടിക്കലായിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ സദസ്സിൽ പങ്കെടുത്ത ഒരാൾക്കും ഇനി ആ രംഗം മറക്കാൻ കഴിയില്ലല്ലോ. അവരുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പോവുകയില്ല. പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ആ പള്ളിയിൽ ഉണ്ടാവില്ലോ, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അത് ശരി തന്നെയാണ്, അങ്ങനെ നമ്മൾ അലക്ഷ്യമായിട്ട് അങ്ങനെ തുപ്പിക്കളയേണ്ട ആളുകളല്ല നമ്മൾ. നമുക്കതിലൊക്കെ വ്യക്തമായ ചില നിർദ്ദേശങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില നിലവാരമുണ്ട് എന്ന് നമുക്ക് നാം മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ ഈ വിശുദ്ധ ഇസ്ലാമിനോട്, പ്രവാചക അധ്യാപനങ്ങളോട് ഒരുപാട് സ്നേഹം, ഒരുപാട് ബഹുമാനം നമുക്ക് തോന്നിപ്പോകുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴും എത്ര ചെറിയ കാര്യമാണെങ്കിലും ശരി, അവിടെയൊക്കെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സംസ്കരിച്ചെടുത്തു. അതുകൊണ്ടാണ് സംസ്കാര സമ്പന്നമായ നല്ല ഒരു തലമുറയെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞതും. വെറുതെ അല്ല, പറയുക മാത്രമല്ല, അത് ആദ്യം ജീവിതത്തിൽ പകർത്തുന്നു, പിന്നീട് അത് പ്രായോഗികമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അന്നലക്ക്
അന്നലക്ക് ഒരു പ്രഖ്യാപനം നടത്തി മാറി നിൽക്കുക മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. വന്യരായ സ്വഹാബാക്കളെ സംസ്കരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ആ രീതിയിൽ സംസ്കരിച്ചെടുത്തു, പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ. പിന്നെ അത് ഏത് രീതിയിലാണോ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. അങ്ങനെ പകർത്തുന്ന 100% അതനുസരിച്ച് ജീവിക്കുന്ന പരിഷ്കാര സമ്പന്നരായ ഒരു തലമുറയെ ലോകത്തിന് സംഭാവന ചെയ്യാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞതും അതുകൊണ്ടാണ്. അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്തെങ്കിലും കുറച്ചു കാലം ജീവിച്ച് വെറുതെ അങ്ങോട്ട് മരിച്ചു പോകേണ്ട ആളുകളല്ല, മറിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളെ സ്വഭാവം അത് സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങളെ പ്രവർത്തനങ്ങൾ അത് മനുഷ്യർക്ക് ഗുണകരമാവേണ്ടതുണ്ട്, അവർക്ക് ഉപകാരപ്രദമാവേണ്ടതുണ്ട്. ഓരോന്നിനെക്കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന്റേത് കൂടിയാണ്. വലിയൊരു സന്ദേശമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത് ഈ ലോകത്തിന്. ഒരു മനുഷ്യൻ അവൻ ഒരുപാട് നിഅമത്തുണ്ടാവും, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തിട്ടുണ്ടാവും, പല നിലക്കുള്ള അനുഗ്രഹങ്ങൾ. ഒരു അനുഗ്രഹവും നൽകാത്ത ഒരാൾ ഈ ലോകത്തുണ്ടാവില്ലോ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നായിട്ട് മനസ്സിലാകും. ഈ അനുഗ്രഹങ്ങൾ സത്യത്തിൽ നമ്മിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഒരിക്കലും നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അത് മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്പെടേണ്ടതാണ്. പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി അതിൽ അവകാശമുണ്ട്. നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് നിനക്ക് മാത്രം, നിനക്കും നിന്റെ കുടുംബത്തിനും മാത്രം അനുഭവിക്കാനും ആസ്വദിക്കാനും സുഖസമ്പൂർണമായ ഒരു ജീവിതം നയിക്കാനും മാത്രമല്ല, മറിച്ച് നിന്റെ ചുറ്റുഭാഗത്തുള്ളവർക്ക് അതിൽ അവകാശമുണ്ട്. പാവപ്പെട്ട അനാഥകൾക്ക് അതിൽ അവകാശമുണ്ട്, പാവപ്പെട്ടവൻ അവകാശമുണ്ട്, അവർക്കൊക്കെ അവകാശമുണ്ട്. അവരൊക്കെ അത് അനുഭവിക്കേണ്ടവരും ആസ്വദിക്കേണ്ടവരുമാണ്. ഇതൊരു വലിയ സന്ദേശമല്ലേ? ലോകത്താരാണ് അങ്ങനത്തെ ഒരു സന്ദേശം കൊടുത്തിട്ടുള്ളത്? നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആ ആരോഗ്യം നിനക്കും നിന്റെ കുടുംബത്തിനു മാത്രം അനുഭവിക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ നീ ഉപയോഗപ്പെടുത്തണം എന്ന് വിശുദ്ധ ഇസ്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ നിനക്കൊരു വിജ്ഞാനമുണ്ട്, നിന്റെ വിജ്ഞാനം നീ അടച്ചുപൂട്ടി സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. മറ്റുള്ളവർ അതുകൊണ്ട് ഉപകാരപ്പെടണം, അവർക്കതുകൊണ്ട് ഗുണം ലഭിക്കണം. ഇൽമുൻ നാഫിഅ എന്നല്ലേ വിശുദ്ധ ഇസ്ലാം വിജ്ഞാനത്തെ പ്രയോഗിച്ചിട്ടുള്ളത്. നല്ല വിജ്ഞാനത്തെ, ഉപകാരപ്രദമായ വിജ്ഞാനം. അത് ഉപകാരമെന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള ഉപകാരം മാത്രമല്ലല്ലോ, ദുനിയാവിൽ അതുകൊണ്ട് ഉപകരിക്കുന്നവൻ ഉപകാരം ലഭിക്കേണ്ടതുണ്ട്. ഒരു ഡോക്ടറാണ്, അവൻ ആ ഡോക്ടർ അവന്റെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല, അതെല്ലാവർക്കും ഉപകാരപ്പെട്ടതാണ്. അവകാശമാണ്, മറ്റുള്ളവന്റെ അവകാശമാണ് ആ ഡോക്ടർ അവന്റെ വിജ്ഞാനം മറ്റുള്ളവനിലേക്ക് പര്യവേഷിപ്പിക്കുക, അവനക്കത് പകർന്നു കൊടുക്കുക എന്നുള്ളത്, മറ്റുള്ളവരത് വാങ്ങുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. ആ ഡോക്ടർ കൊടുക്കുക എന്നുള്ളത് ഔദാര്യമൊന്നല്ല. അതുപോലെ എല്ലാ വിഷയങ്ങളും. ഒരു പണ്ഡിതനാണ്, ആ പണ്ഡിതന്റെ പാണ്ഡിത്യം സമൂഹത്തിന് ഉപകാരപ്രദമായിരിക്കണം, അതവൻ കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിനോട് അവൻ ചെയ്യുന്ന ധിക്കാരമാണത്, മറച്ചുവെക്കാനുള്ളതല്ല. അതാണ് മറച്ചുവെക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുമ്പോഴൊക്കെ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ്. ഏതായാലും ശരി, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് വിശുദ്ധ ഇസ്ലാം പ്രവാചകാധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നത്, ഒരു മനുഷ്യൻ അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിഅമത്ത് അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, മറിച്ച് ആ നിഅമത്തുകൾ മുഴുവനും മറ്റുള്ളവർക്ക്, തന്റെ സഹജീവികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവർക്ക് കൂടി അത് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ അതെല്ലാം തനിക്കും ഉപകാരപ്പെടുകയുള്ളൂ. അതല്ലേ, അതുകൊണ്ടല്ലേ അവിടെ വെച്ച് മഹ്ശറിൽ വെച്ച് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നൊക്കെ പറയണത്. ഏതായാലും ശരി എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിലേക്ക് കടക്കില്ല. ചുരുക്കത്തിൽ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സുദീർഘമായ ഹദീസുണ്ട്. പലപ്പോഴും നാം അത് കേട്ടതാണ്. ഒന്നുകൂടി സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല
سمعت رسول الله صلى الله عليه وسلم يقول كلكم راع وكلكم مسؤول عن رعيته الإمام راع ومسؤول عن رعيته والرجل راع في أهله ومسؤول عن رعيته والمرأة راعية في بيت زوجها ومسؤولة عن رعيتها والخادم راع في مال سيده ومسؤول عن رعيته وكلكم راع ومسؤول عن رعيته. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നുദ്ധരിക്കുന്ന പലപ്പോഴും നാം ചർച്ചാ വിഷയമാക്കിയിട്ടുള്ള, നാം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു മഹത്തായ ഹദീസാണിത്. ഈ സന്ദേശം നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഖണ്ഡിതമായി ഒരു പ്രസ്താവന, ആ പ്രസ്താവന അത് ആദ്യം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പ്രഖ്യാപിക്കുകയാണ്. സമിഅതു റസൂലല്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. മൊത്തത്തിൽ പറയാ, എല്ലാ മനുഷ്യനും, അവിടെ ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ വലിയവരെന്നോ പ്രായം ചെന്നവരെന്നോ പണ്ഡിതന്മാരെന്നോ പണക്കാരനെന്നോ ആരും എടുത്തു പറഞ്ഞില്ല. എല്ലാവർക്കും, കുല്ലുക്കും, നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായ ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അങ്ങനെ ഉത്തരവാദിത്വമുണ്ട് എന്ന് മാത്രമല്ല, വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് തീർച്ചയായിട്ടും അവൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ശരി, അത് അവനോട് ചോദ്യം ചെയ്യും. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരുപാട് ദുനിയവിയായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തവരാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, പലരോടും നമ്മൾ കണക്ക് പറയേണ്ടവരുണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുമ്പോൾ ആ സ്ഥാപനത്തിൽ നമ്മളെ ഏൽപ്പിച്ച ചില ജോലികൾ ഉണ്ടാവും. ആ ജോലി നാം ചെയ്യാതിരുന്നാൽ അതിന്റെ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരോട്, അതിന്റെ മുതലാളിയോട് നാം കണക്ക് പറയേണ്ടവരാണ്. എന്തേ നിന്നെ ഇങ്ങനെ കാര്യം ഏൽപ്പിച്ചിട്ട് നീ ചെയ്തില്ല എന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഉണ്ടല്ലോ, ഭൗതിക ലോകത്ത് ഒരുപാടുണ്ടാവും. നമ്മളിപ്പോ കുട്ടികളോട് ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, ഇന്നത് ഹോംവർക്ക് ചെയ്തിട്ട് വരണം. അങ്ങനെ ഹോംവർക്ക് ചെയ്താൽ അതിനനുസരിച്ചുള്ള നമ്മളൊരു നല്ല ഒരു അഭിനന്ദനം അർപ്പിക്കും. ചെയ്യാതെ വന്നാൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യം ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. എന്തായാലും ശരി, അത് ദുനിയാവിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, ഒരാൾ ഒരു പരിപാടിക്ക് ഏറ്റു, ആ പരിപാടിക്ക് അവൻ എത്താതിരുന്നാൽ എന്തുകൊണ്ടെത്തിയില്ല എന്നുള്ള സംഘടനാപരമായ ചോദ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ സ്വാഭാവികമായിട്ടല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് കൊടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല നിലക്കുണ്ടാവും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ വ്യാപകമായ അർത്ഥത്തിൽ ഇത് നീ വ്യക്തിയും തമ്മിലുള്ള ചില കടമകളെ കുറിച്ചാണ് പറയുന്നത്. ഇതല്ല, നിന്റെ രക്ഷിതാവുമായിട്ട് നിനക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. കുല്ലുക്കും റാഇൻ, ഇതിന്റെയൊക്കെ പുറമെ, ഇതിന്റെയൊക്കെ മുകളിലായിട്ട് നിങ്ങളെല്ലാവരും ചില ഉത്തരവാദിത്വമുള്ളവരാണ്. ഞാൻ അങ്ങനെ ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത ആളാണ്, ആരേറ്റും ഇങ്ങനെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും ഒരു കണക്കും എനിക്ക് ബോധിപ്പിക്കേണ്ടതില്ല, ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടാവും. എനിക്കങ്ങനൊന്നുമില്ല, എനിക്ക് അവന്റെ ഇതിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നൊക്കെ പറയണേ. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നീ അങ്ങനെ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാലും നീ രക്ഷപ്പെടൂല. നിനക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യപ്പെടും. മൊത്തത്തിലങ്ങ് പറഞ്ഞു. ഇനി ഓരോരുത്തരെ പ്രത്യേകം എടുത്തു പറയാണ്. ആ പ്രത്യേക എടുത്തു പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകും, ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടാകും. എന്താണ്? അൽ ഇമാമു റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാമ് എന്ന് പറഞ്ഞാൽ നേതാവ്, അല്ലെങ്കിൽ മുമ്പിൽ നയിക്കുന്നവൻ, നായകൻ എന്നൊക്കെ പറയാം നമുക്ക്. ആ നായകൻ അവൻ ഉത്തരവാദിത്വമുള്ളവനാണ്. അവൻ ഏതൊരു വിഷയത്തിലാണോ നായകത്വം നൽകുന്നത് ആ വിഷയത്തെ സംബന്ധിച്ചു നിശ്ചയം അവനോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരു വ്യാപകമായ അർത്ഥത്തിലാണല്ലോ ആ ഇമാം എന്ന് പ്രയോഗിച്ചത്. ഒരുപാട്
പലരും പല നിലക്ക് നായകത്വം വഹിക്കുന്നവരായിരിക്കും. ഒരു സ്ഥാപനത്തിന്റെ മേധാവിയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ നായകത്വം അവനായിരിക്കും, അതേ സംബന്ധിച്ച് അവനോട് ചോദിക്കും. ഒരു കമ്പനിയുടെ മേധാവിയാണെങ്കിൽ ആ കമ്പനിയുടെ നായകത്വം അവനായിരിക്കും. ഒരു വീടിന്റെ, ഒരു കുടുംബത്തിന്റെ നായകൻ ആ കുടുംബനാഥനായിരിക്കും. ആ കുടുംബനാഥനോട് ആ കുടുംബത്തിന്റെ കാര്യത്തെക്കുറിച്ച് മുഴുവൻ ചോദ്യം ചെയ്യപ്പെടും. ഒരു മഹല്ലിന്റെ, ആ മഹല്ലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അവിടുത്തെ മഹല്ല് പ്രസിഡന്റാണെങ്കിൽ, മഹല്ല് ഖാളിയോ കാരണവന്മാരോ ഒക്കെ ആണെങ്കിൽ അവരാണ് അതിന്റെ നായകന്മാർ. അതുകൊണ്ട് തന്നെ ആ മഹല്ലിന്റെ വിഷയങ്ങളെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടും. ഇനി അവിടുന്ന് അങ്ങനെ ഉയർന്നു വന്നു, പഞ്ചായത്തിന്റേതാവാം, ജില്ലയുടേതാവാം, സ്റ്റേറ്റിന്റേതാവാം, ഒന്നായിട്ട് രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ ഇമാമ് തന്നെ ആയി എന്ന് സങ്കല്പിക്കുക. ആ രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ആ രാജ്യത്ത് തന്നെ ഏതൊക്കെ രംഗത്താണോ നേതൃത്വം നയിക്കേണ്ടത്, നേതൃത്വം നൽകേണ്ടത്, അതേ സംബന്ധിച്ച് മുഴുവനും അവനോട് ചോദ്യം ചെയ്യപ്പെടും. ഇത്ര വ്യാപകമായി ചെറിയ ഒരു വാക്കുകൾ എത്രമാത്രം ഉൾക്കൊണ്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണെന്ന് ചിന്തിക്കുക. അപ്പൊ അതേക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യും. അപ്പൊ എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, ആ റേഡിയോ വഴി കേൾക്കുന്ന ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളൊക്കെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു രംഗത്ത് നായകത്വം നൽകുന്നവരാണോ? ചുരുങ്ങിയ പക്ഷം നമ്മുടെ കുടുംബത്തിലെങ്കിലും നായകത്വം നമുക്കല്ലേ? നമ്മൾക്കൊക്കെ ഓരോ കുടുംബനാഥന്മാരല്ലേ? ആ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നാളെ സർവശക്തനായ തമ്പുരാൻ നമ്മോട് ചോദ്യം ചെയ്യില്ലേ? പിതാവാണ് നാം. പിതാവെന്ന ഉത്തരവാദിത്വം നാം നിർവഹിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളോട് അവർക്ക് നൽകേണ്ടത് നാം കൊടുക്കുന്നുണ്ടോ? നൽകേണ്ടതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ ഒക്കെ ചോദിക്കൂലേ? അങ്ങനെയാണല്ലോ ഇപ്പത്തെ ചുറ്റുപാട്. ഇപ്പത്തെ വാപ്പാരന്മാരെന്നൊക്കെ പറയണ്ടേ, മക്കൾ എന്താ പറയണത്, എന്ത് പറഞ്ഞാലും ശരി അത് മുഴുവൻ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഫ്രീഡം. മക്കള് അങ്ങനെ കാണണം, അതിന് വേണ്ടിയിട്ട് ചിലവരൊക്കെ അങ്ങനെ ആ നിലക്ക് പറയും ചെയ്യും. അവരെ ശാസിക്കാൻ പാടില്ല, അവരെ ശിക്ഷിക്കാൻ പാടില്ല, മക്കൾ അവരുടെ വഴിക്ക് അവരെ വിടണം. അങ്ങനെ ചുറ്റുപാട്. അവരെന്താണോ പറയുന്നത് അതുപോലെ. രാത്രി വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ദിവസങ്ങളോളം വീട്ടിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എന്ത് ചോദിച്ചാൽ എത്ര റുപ്യാണോ വേണ്ടത്, എന്തിനാണെന്ന് പോലും ചോദിക്കാതെ കൊടുക്കുക. ആ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരുപാട് പിതാക്കന്മാർ. കൊടുത്തില്ലെങ്കിലോ അതനുസരിച്ച് പ്രതികരിക്കും. പിന്നെ നമ്മൾ നാളെ കേട്ടില്ല, അർഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി എഞ്ചിനീയർ കോളേജിൽ ഡൽഹിയിലെറ്റാ കുട്ടി പഠിക്കുന്നത്. ആ കുട്ടി കഞ്ചാവ് പിന്നെ മാഫിയയുമായി ബന്ധപ്പെട്ട് വളരെ വൃത്തികെട്ടൊരു ജീവിതം നയിക്കുന്നു. അങ്ങനെ ഇടക്കാലത്ത് വീട്ടിലേക്ക് വീട്ടിന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. ഉപ്പയെന്നോ മരിച്ചുപോയിട്ടുണ്ട്. വളരെ വിഷമിച്ചിട്ടാണ് ഈ കുട്ടിയെ ഉമ്മ പഠിപ്പിക്കുന്നത്. വരുമാനമൊക്കെ ഉണ്ട്, നല്ല അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ച ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ പാരാർത്ഥങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സാമ്പത്തിക ഞെരുക്കൊന്നുമില്ല, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഒരുപാട് റൂമിന്റെ വാടക കിട്ടാനുണ്ട്. അങ്ങനെ നല്ല നിലക്ക് ജീവിക്കുന്ന ആ ഉമ്മ. പക്ഷേ ആ ഉമ്മ സ്നേഹിക്കുന്ന ചില ആളുകൾ ആ കുട്ടിയുടെ ഈ കുഴമ്പൻ പോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ദിശ മാറിയുള്ള സഞ്ചാരത്തെക്കുറിച്ച് ഉമ്മയോട് സൂചിപ്പിച്ചിരിക്കുന്നു. മകനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വേണ്ടത്ര അങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ ആ ഉമ്മാക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കുട്ടി വന്നു, 25,000 ഉറുപ്പ്യ ചോദിച്ചു. വെക്കേഷനിൽ വന്നതാ, ലീവിന് വന്നതാ. 25,000 ഉറുപ്പ്യ ചോദിച്ചപ്പോൾ ഉമ്മ അത്ഭുതപ്പെട്ടു. എന്തിനാ നിനക്ക് ഈ പൈസ? തരൂല എന്ന് പറഞ്ഞു. 25,000 ഉറുപ്പ്യ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വാക്കേറ്റമായി. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായി. ആ പ്രശ്നം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമ്പോൾ അടുക്കളയിൽ പോയിട്ട് ഒരു ചരവ കൊണ്ടുവന്നിട്ട് ആ ഉമ്മയെ തലക്കടിച്ച് ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാം വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിച്ചവരാണ്. എന്തെവിടെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, കൊടുക്കാൻ പാടില്ലാത്തത് കൊടുത്തുകൂടാ. അവരെ അമിതം സ്നേഹിക്കണം. അവരെ ആ സ്നേഹം എന്തിനും ലൈസൻസായി അനുവദിച്ചുകൂടാ. മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഭാര്യമാരുടെ കാര്യത്തിലാണെങ്കിലും കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും കുടുംബനാഥന് വളരെ വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. എന്നാൽ കണിശമായ അനങ്ങാനും ഇടങ്ങാനും ഒന്നും വിടാത്ത ആ വരച്ച വരയിൽ നിർത്തുന്ന ചില പിതാക്കളെ നമുക്ക് കാണാൻ പറ്റും. ഒന്നും അനുവദിക്കൂല, അത്യങ്ങളെ ഒന്നും വാങ്ങിക്കൊടുക്കൂല, നേരാമണ്ണ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കൂല.
അതൊക്കെ മതി, അതിട്ടിട്ട ഞാനൊക്കെ എത്ര ചെറുപ്പകാലത്തില് എനിക്ക് കീറിയ വസ്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതിട്ടിട്ടാ ഞാൻ കോളേജിൽ പോയത്, എനിക്ക് കാലുമ ചെരുപ്പുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചത്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എത്ര ആ രീതിയിൽ തന്റെ ജീവിതത്തിന്റെ തന്റെ ഇന്നലകളെ മാത്രം കാണുന്ന, ഇന്നത്തെ ചുറ്റുപാടിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ അങ്ങനെ വളരെ കണിശമായ ഒരു ഒരു വളയത്തിനുള്ളിൽ മക്കളെ വളർത്തുന്ന, ഭാര്യമാരെ നിർത്തുന്ന ചില ചുറ്റുപാടുള്ള രക്ഷിതാക്കളെയും നമുക്ക് കാണാൻ കഴിയും. അതും അപകടമാണ്, അതും അതിലേറെ അപകടമാണ്. അങ്ങനെയും പറ്റൂല. എന്നാൽ കുഴമ്പൻ നിലപാട് സ്വീകരിച്ചൂടാ. എന്നാൽ വളരെ ശുഷ്കിച്ച ചുറ്റുപാട്, കിണറ്റിലെ തവളകൾ എന്ന് നമ്മൾ പറയില്ലേ, ആ ചുറ്റുപാടും സ്വീകരിച്ചുകൂടാ. മറിച്ചത് രണ്ടിന്റെയും മധ്യത്തിൽ എന്താണോ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക, അനാവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. അത്യാവശ്യങ്ങളാണെങ്കിൽ പിന്നെ അതെന്തായാലും അനുവദിച്ചു കൊടുക്കുന്ന ചുറ്റുപാട്. ആ രീതിയിൽ അങ്ങനെ ഉത്തരവാദിത്വമുണ്ട്. ചുരുക്കത്തിൽ അവിടെയൊക്കെ പെട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ആധുനിക ലോകത്തു ജീവിക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട്, കുടുംബനാഥന്മാരോടുള്ള വ്യക്തമായ താക്കീതല്ലേ. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ണ്ടോ? നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും, എങ്ങനെയൊക്കെ നിങ്ങളെ മക്കളെ വളർത്തിയാലും അതിന്റെ പേരിൽ സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങൾ ഗവൺമെന്റ് കണക്ക് ബോധിപ്പിച്ചില്ലെങ്കിൽ അവിടുന്നൊക്കെ മഹല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് കണക്ക് ബോധിപ്പിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ നിങ്ങൾ കണക്ക് ബോധിപ്പിച്ചേ പറ്റൂ എന്ന ശക്തമായ താക്കീത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രക്ഷിതാക്കളോട് പറഞ്ഞത്, അതൊന്ന് മുഖവിലക്കെടുത്തെങ്കിൽ, അതൊന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചെങ്കിൽ എത്രമാത്രം അനാചാരങ്ങൾ ഇല്ലാതെയായി പോകും, എത്രമാത്രം അനാശ്വാസ പ്രവണതകൾ ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടും. പക്ഷെ ചിന്തിക്കുന്നില്ലല്ലോ, നമ്മുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല. ഭാര്യമാർ, നമ്മളെ ഭർത്താക്കന്മാരാണെങ്കിൽ ഗൾഫിലായിരിക്കും, അവിടെ മക്കളെ നിയന്ത്രിക്കുന്നവരുടെ ഉമ്മമാരായിരിക്കും. ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ഉമ്മമാരുടെ ഒരു പരിധിവരെ അവരുടെ വൃത്തികെട്ട ജീവിതങ്ങൾ കണ്ടു വളരുന്ന മക്കള്, അവരുടെ പലതും കാണാൻ പാടില്ലാത്ത പലതും കണ്ടു വളരുന്ന മക്കള്, പിന്നെ അങ്ങനെ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഏതായാലും ശരി, ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുക, നമ്മുടെ വിഷയം മാറിപ്പോവും. അപ്പോൾ ചുരുക്കത്തിൽ ഇമാമാണ്, നായകനാണ്. കുടുംബത്തിന്റെ നായകനാണെങ്കിലും, പള്ളിയിലെ നായകനാണെങ്കിലും, വീടിന്റെ നായകനാണെങ്കിലും, രാജ്യത്തിന്റെ നായകനാണെങ്കിലും, സ്ഥാപനത്തിന്റെയും സംഘടനകളുടെയും നായകന്മാരാണെങ്കിലും അവർക്കൊക്കെയും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അവരോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയാണ്, വറജുലു റാഇൻ ഫീ അഖ്ലിഹി വമസ്ഊലുൻ അൻ റഇയതിഹി. ഇമാം എന്ന് പറഞ്ഞാൽ തന്നെ, നായകൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ അത് പെടുമെങ്കിലും ഒന്നും കൂടി എടുത്തു പറയാണ്, ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിലെ നായകനാണ്. കുടുംബ നായകത്വം, കുടുംബത്തിന്റെ നായകത്വം അതൊരിക്കലും സ്ത്രീകളിലേക്ക് പോയിക്കൂടാ. അവിടെ എന്റെ പെണ്ണുങ്ങളോട് വെച്ച് പറയാന്നുള്ള ചുറ്റുപാടുണ്ടായിക്കൂടാ. എന്ത് ചോദിക്കുകയാണെന്ന് വെച്ചാലും പെണ്ണുങ്ങൾ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ ഭാര്യയുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്, വലിയ മക്കളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഒക്കെ ഉണ്ടെന്നിട്ടാണ് തീരുമാനത്തിലെത്തേണ്ടത്. എങ്കിലേ അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകൂ. പക്ഷെ ഏത് കാര്യവും, ഒരു പള്ളിക്ക് 5 രൂപ സംഭാവന കൊടുക്കണമെങ്കിൽ പെണ്ണുങ്ങളോടൊന്ന് ചോദിക്കട്ടെ, പിന്നെ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതൊന്ന് പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, അവൾക്ക് എന്തെങ്കിലും പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ, മീറ്റിംഗിന് പങ്കെടുക്കണം ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന രീതിയിൽ എന്തും അവളുമായി ചർച്ച ചെയ്യുന്ന, അവളുടെ തീരുമാനങ്ങൾക്ക് മാത്രം വില നൽകുന്ന, അവൾ പറയുന്നിടത്തേക്ക് മാത്രം പോകുക, അവർ പറയുന്നത് മാത്രം പ്രവർത്തിക്കുന്ന ഈ ചുറ്റുപാട് ഒരു പുരുഷനുണ്ടായിക്കൂടാ. പുരുഷൻ ആ കുടുംബത്തിന്റെ നായകനാണ്. അവനോട് അതേ കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ സ്ത്രീയോ, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. സ്ത്രീ അവളും ഉത്തരവാദിത്വമുള്ളവളാണ്, അവളും നായകത്വം വഹിക്കേണ്ടവൾ തന്നെയാണ്. പക്ഷേ എവിടെ? ഫീ ബൈത്തി സൗജിഹാ, രാജ്യത്തിന്റേതല്ല, അവളുടെ ഭർത്താവിന്റെ വീടിന്റെ നായകത്വം വഹിക്കേണ്ടത് അവളാണ്. ഭർത്താവിന്റെ വീട്ടിലെ നായകത്വം അത് അവൾക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടതാണ്. അവിടെ മറ്റൊരാളെ കൊണ്ടുവന്ന് ഭരണം നടത്തിക്കൂടാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം
അധികാരം ഭാര്യയ്ക്ക് തന്നെയാണ്. അവിടെയാണ് അവളുടെ സാമ്രാജ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിശുദ്ധ ഇസ്ലാം അവളെ 4 ചുമരുകൾക്കുള്ളിൽ അടച്ചുകൂട്ടിയിരുത്തുകയല്ല, അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പിൽ കത്തിവെക്കുകയല്ല. അവളെ പക്ഷേ അടിഞ്ഞാട്ടം അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ വീട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ വളർന്നു വരുന്ന മക്കളെ വളർത്തിയെങ്കിലേ ആ മക്കൾ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരാകുകയുള്ളൂ, ഈ രാഷ്ട്രത്തിന് ഉപകാരപ്പെടുന്നവരാകുള്ളൂ. നാടിന് ഉപയോഗമുള്ള മക്കളാവേണമെങ്കിൽ ആ വീട്ടിൽ ഭാര്യയുടെ സാന്നിധ്യമുണ്ടായിരിക്കണം, ഭാര്യയുടെ കശക്തമായ മേൽനോട്ടമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു തലമുറ വളർന്നു വരികയുള്ളൂ. അതിന്റെ അഭാവമല്ലേ ഇന്ന് ഈ മക്കളൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മക്കൾക്ക് ശിക്ഷണം കൊടുക്കേണ്ടത് വീട്ടിൽ വെച്ചാണ്. അതിന്റെ അഭാവം തികച്ചും ഈ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അത് കഴിയുന്നുണ്ടോ? കാരണം ഇവര് പുറത്തിറങ്ങിയില്ലേ, അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒഴിവുണ്ടോ? മക്കളെ പരിപാലിക്കാൻ ഒഴിവുണ്ടോ? മക്കളെ പഠനകാര്യം ശ്രദ്ധിക്കാൻ ഒഴിവുണ്ടോ? അവരുടെ അച്ചടക്കത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ? അവർ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, പൊതുവിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ, എന്നിട്ട് ഈ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ അപ്പൊ ഇതിവിടെ അസ്തമിച്ചു പോവുകയാണ്. ഇത് അസ്തമിച്ചു പോകല്ലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവളുടെ കാര്യമായ നോട്ടമുണ്ടാവേണ്ടത്, അവളുടെ ഉത്തരവാദിത്വം അവളോട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നത് അവളുടെ ഭർത്താവിന്റെ വീട്ടിനെ സംബന്ധിച്ചാണ്. ആ ഭർത്താവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ളവർ അതൊക്കെയും അവരുടെ എല്ലാ ശിക്ഷണവും ഭാര്യയിൽ നിക്ഷിപ്തമാണ്. അതവൾ ചെയ്തേ പറ്റൂ. മക്കളെ പരിപാലിക്കേണ്ടതുണ്ട്, മക്കളെ സംസ്കരിക്കേണ്ടതുണ്ട്, അവരെ നല്ല സ്വഭാവത്തിന്റെ വക്താക്കളാക്കേണ്ടതുണ്ട്. അവർക്ക് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവളാണ് പ്രചോദനമാവേണ്ടത്, അവളാണ് പ്രോത്സാഹനമാവേണ്ടത്. പല വലിയ വലിയ നേതാക്കന്മാർക്കുടെയും അവരുടെ വിജയത്തിന്റെ പിന്നിലെ ഛേദോ വികാരം എന്ത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ അവരുടെ ഉമ്മയായിരിക്കും, അവരുടെ ഉമ്മൂമ്മയായിരിക്കും അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചത്, അതിനവർക്ക് ധൈര്യവും സ്ഥൈര്യവും പകർന്നു കൊടുത്തത്. ഞാൻ തന്നെ നമ്മളൊരു പ്രവർത്തകൻ ഇതിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം എല്ലാം എന്റെ ഉമ്മയാണ്. എനിക്ക് ജീവിതത്തിന് പ്രചോദനമായത്, എനിക്ക് പ്രോത്സാഹനം തന്നത്, എല്ലാ രംഗത്തും എനിക്ക് ആത്മധൈര്യം തന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അതെന്തൊരു നല്ല വാക്ക്, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതല്ലേ? കാരണം ആ ചെറുപ്പത്തിലേ ആ കുട്ടിയെ സംരക്ഷിച്ചു വരികയാണ്, ആ ആളെ സംരക്ഷിച്ചു വരികയാണ്, ആ ആളുകൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാം കൊടുത്തു വരികയാണ്. അപ്പൊ അവന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഇന്ന ചെയ്യണം, വിജയിക്കും, പരാജയപ്പെടും എന്ന് തോന്നുന്നിടത്ത് ഇല്ല, നീ വിജയിക്കുമെന്ന് ഉമ്മയുടെ പ്രോത്സാഹനം ഉണ്ടാകുമ്പോൾ ആ മകൻ എത്രയും ദൂരം താണ്ടാൻ കഴിയും. അവന് മനക്കരുത്തുണ്ടാകും, അവന് ആത്മധൈര്യമുണ്ടാകും, ഏത് രംഗത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ ഉമ്മയുടെ പിമ്പലമുണ്ടാകുമ്പോൾ. ഒരുപാട് വലിയ വലിയ മഹാന്മാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ഞാനതിലേക്ക് കടക്കുകയല്ല. ഏതായാലും ശരി, അപ്പൊ ഉമ്മയുടെ റോൾ അവിടെ വലിയതാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ചെറിയതും വലുതുമായ മക്കളെ മുഴുവൻ അവർക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഉത്തരവാദിത്തമല്ല ഈ പറഞ്ഞത്, അതുണ്ട്. അതിന്റെ പുറമെ അതും വേണം. എന്റെ ഇത് ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ശ്രദ്ധിക്കണം. അതിന്റെ പുറമെ അതിനേക്കാളൊക്കെ ആത്മീയമായി ഈ കുട്ടിയെ പരിപോഷിപ്പിക്കാൻ, വളർത്താനും ഉയർത്താനും എவ்விதം കഴിയും ആ രീതിയിലൊക്കെ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും എന്ന ബോധം മഹദികൾക്കുണ്ടാവണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനോട് പറഞ്ഞു വെച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഹൃദയത്തിലേറ്റേണ്ട സംഭവമല്ലേ? കഴിഞ്ഞില്ല. വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി, ഒരു തൊഴിലാളി ആ തൊഴിലാളിയോട് ആ മുതലാളിയുടെ സ്വത്തിനെ കുറിച്ച് അവൻ ഉത്തരവാദിത്വമുള്ളവനാണ്. അവന്റെ കയ്യിൽ ഒരു വലിയ പീടി ഏൽപ്പിച്ചു കൊടുത്താ, അറബി ഏൽപ്പിച്ചു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തായിരിക്കും, നന്നതുപോലൊക്കെ വിറ്റോ, കച്ചവടം ചെയ്തോ, അന്റെ ശമ്പളം എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താണ്. അപ്പൊ ആ വാക്ക് അവൻ അവിടെ വഞ്ചിക്കാൻ പാടില്ല. അവൻ പൂർണ്ണമായിട്ടും അമീനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. ആ രീതിയിൽ അവന് ഉത്തരവാദിത്വമുണ്ട്. അത്
ഏത് പണി ഏൽപ്പിക്കുകയാണെങ്കിലും ശരി, ഒരു കൃഷിയിടം ഏൽപ്പിച്ചതാണ്, അതല്ലെങ്കിൽ ഒരു തോട്ടം ഏൽപ്പിച്ചതാണ്, ഏത് രീതിയിലാണെങ്കിലും ശരി, ഖാദിമായിട്ടുള്ള ആളുകൾ അവർക്ക് അതിന്റെ ആ മുതൽ എന്ത് കാര്യമാണോ ഓനെ ഏൽപ്പിക്കുന്നത് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അവന്റെ അവകാശങ്ങളെ ഹനിക്കാനോ അത് മുതലാളിക്കും പാടില്ല. ആളുകളെക്കാൾ കൂടുതൽ വാങ്ങാനോ അത് തൊഴിലാളിക്കും പാടില്ല. അവന് ആദ്യമായിട്ട് ഇവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാകുമല്ലോ, എനിക്ക് ഇത്ര ദിവസം ഇത്രയാണ് കൂലി, എനിക്ക് ആ കൂലി കൊടുക്കാൻ ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ സൗകര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മുതലാളിക്കുണ്ട്. ഇല്ലാഞ്ഞാൽ അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന് ഉത്തരം പറയേണ്ടി വരും. പാവപ്പെട്ട തൊഴിലാളിയാണ്, ഞാൻ വിസ എടുത്ത് കൊണ്ടുവന്നാണ്, ഇനി എനിക്ക് ഇഷ്ടം പോലെ പണിയെടുത്തോട്ടെ. ഗവൺമെന്റായിട്ട് ഒരു കരാറുണ്ടാവും 8 മണിക്കൂർ പണിയെടുപ്പിക്കാന്ന്. എന്നാൽ 14 മണിക്കൂർ പണിയെടുപ്പിക്കുന്നത് എന്തിന്റെ ന്യായത്തിലാണ്? ആരോടത് പറയാ? എവിടെ ഇതിന് മറുപടി പറയേണ്ടത്? അത് പറ്റൂലല്ലോ, അതങ്ങനെ പറ്റൂല. എങ്ങനെയാണ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല. ആ പാവങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ, അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാ, അറബി വായിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ താനുമായിട്ടുള്ള എഗ്രിമെന്റ് എന്താണ് എന്നറിഞ്ഞുകൂടാ. ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, അതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇഷ്ടം പോലെ അടിമകളെ പോലെ പണിയെടുപ്പിച്ച് തുച്ഛമായ വേതനം കൊടുത്തിട്ട് അറ്റങ്ങളെ വിഷമിപ്പിക്കുക. പാവങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് പോകൂലല്ലോ. കാരണം ആധാരം പണയം വെച്ചുകൊണ്ട് വീട്ടിലെ പെങ്ങന്മാരുടെയും മറ്റും പണ്ടങ്ങൾ പണയം വെച്ചുകൊണ്ടാണ് അവർ ഗൾഫിലെത്തുന്നത്. വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവർ നാട്ടിൽ നിന്ന് വണ്ടി കയറുന്നത്. പക്ഷെ ഇവിടെ എത്തിയിട്ട് ഇനി അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു ചുറ്റുപാടുണ്ടാകുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. വെറും കൈയോടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന ആ പെങ്ങന്മാരുടെയും ഉമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ മുഖം കാണാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ കാണാം നമുക്ക്. എയർപോർട്ടിൽ ഇറങ്ങി നേരെ കമ്പനിക്ക്, പിന്നീട് അവൻ കമ്പനിയുടെ പുറം ലോകം കാണുന്നത് തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകുന്ന സമയത്താണ്. ഇങ്ങനെയുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഖാദിം ഒരു പണിക്കാരനാണെങ്കിലും ഇന്ന് നമുക്ക് അർത്ഥം വെക്കതിന് ഖാദിം എന്ന് പറഞ്ഞ സേവകൻ എന്ന അർത്ഥം. അപ്പോ അടിമയുടെ ആ പരിധിയിലാണെങ്കിലും ശരി, അതിന് പുറത്തു വന്നിട്ട് ഒരു ജോലിക്കാരനാണെങ്കിലും ശരി, അവനക്ക് അവന്റേതായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടും. അവനെ കഷ്ടപ്പെടുത്തുക എന്നുള്ള അധോപര മുതലാളിയോട് ചോദ്യം ചെയ്യപ്പെടും. ചുരുക്കത്തിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലൂടെ പറഞ്ഞു വെക്കുന്നു, വകുല്ലുകും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും, ഒരിക്കൽ നേരത്തെ പറഞ്ഞതാണത്, ഇനി ഒന്നും കൂടി പറയാണ് ഉത്തരവാദിത്ത ബോധ്യപ്പെടുത്തി. ഇങ്ങനെ പറയുന്ന മറ്റ് ഹദീസുകൾ നമുക്ക് വളരെ ചുരുക്കമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒരേ കാര്യം അത് ആദ്യം തന്നെ അവിടെ കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ എല്ലാം പെട്ടു. പക്ഷെ അതിൽ നിന്ന് ചില വ്യക്തികളെ മാത്രമായിട്ട് പ്രത്യേകം ഇങ്ങനെ എടുക്കുകയാണ്. എടുത്തെടുത്ത് ഓരോരോ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം വീണ്ടും പറയുകയാണ്. എന്ന് ചുരുക്കത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞു. ഇനിയുതാ പറയുന്നു, നിങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ് കേട്ടോ. ഇതിൽ പെടാത്തോലും ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇമാമല്ലാത്ത, റജുലല്ലാത്ത, മർഅത്തല്ലാത്ത, ഖാദിമല്ലാത്ത ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ഉണ്ടാകുമെന്നുള്ള നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. ഇതിലൊന്നും പെടാത്ത ഒരാള് നിങ്ങളെ കൂട്ടത്തിലുണ്ടാകുകയാണെന്ന് വെച്ചാൽ അവർക്കും ഉത്തരവാദിത്വമുണ്ട്. അവരോടും ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാളെ ജഗനിയന്താവായ തമ്പുരാൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ധാരാളമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ നമ്മളിൽ പലരും പലവിധ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്, വിഷമം അനുഭവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും തീർത്തു തരുമാറാവട്ടെ, എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസമുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാറാവ്യാധികളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും കൂട്ടുകുടുംബങ്ങളെയും നമ്മോടുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അത്തരം രോഗങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ക്യാൻസർ പോലത്തെ രോഗങ്ങളുടെ വൈറസുകൾ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബത്തിന്റെ ആരുടെയെങ്കിലും ശരീരത്തിലോ ഉണ്ടെങ്കിൽ നാം അറിയുന്നതിന് മുമ്പ് ആ വൈറസുകൾ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നിന്ന് നശിപ്പിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യട്ടെ.
നമ്മുടെ ജോലികളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നാം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറഞ്ഞത് കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ അന്തസ്സോടെ മുസ്ലിംകളായി ജീവിച്ച് മരിക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ പഠിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന മക്കൾക്ക് നന്നായി പഠിക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്റേടവും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷകളിലും അഭിമാനകരമായ വിജയം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന ഉപകാരപ്രദമാകുന്ന അഭിമാനകരമാകുന്ന വിജയം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ മക്കളുടെ വളർച്ച കണ്ട് ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാവരുടെയും ആവശ്യം ഉദ്ദേശവും എന്താണെന്ന് അല്ലാഹുവിനറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. റേഡിയോ വഴി കേൾക്കുന്നവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും എല്ലാ നല്ല ഉദ്ദേശവും സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും അവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ വിശുദ്ധ ഹദീസിന്റെ വർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ പെടുത്തി അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഹദീസിന്റെ വർക്കത്ത് കൊണ്ട് തിരുവചനങ്ങളുടെ വർക്കത്ത് കൊണ്ട് ആ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ പുണ്യമായ ശഫാഅത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ അവിടുത്തെ സദസ്സിൽ ഒരുമിച്ചു കൂടാൻ, അവിടുത്തെ സന്നിധിയിൽ ഹാജരാവാൻ, അവിടുത്തെ തിരുമുഖമൊന്ന് കണ്ട് സന്തോഷിക്കാൻ, അവിടുത്തെ കൈയൊന്ന് പിടിച്ചു ചുംബിക്കാൻ ഒക്കെയും അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, ഭാര്യ മക്കളെ, വന്യരായ ഗുരുനാഥന്മാരെ, ദീനിന്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുവന്യരായ സാദാത്തുക്കളെ, സ്നേഹാദരവുള്ള ഉസ്താദുമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രതിദിന ഹദീസ് പഠന ക്ലാസ്സാണ് അവസാനിച്ചത്. ബഹുവന്യരായ അച്ചൂർ ഫൈസ് ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇൽമിൽ ബർക്കത്തും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ ഉസ്താദുമാരെയും നമുക്ക് എപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഒരു ഹദീസിന്റെ വളരെ വിശദമായ എല്ലാ അതിന്റെ വക്കും മൂലയും ഒപ്പിച്ചുകൊണ്ട് വളരെ വിശദമായി നാം പഠിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആ ഹദീസിൽ നിന്ന് എന്തെല്ലാമാണോ നമുക്ക് ലഭിക്കാനുള്ളത് അതിന്റെ എല്ലാ ഭാഗത്തേക്കും സ്പർശിച്ചുകൊണ്ട് വളരെ വിശദമായി സന്തോഷകരമായി നമുക്ക് ഹദീസ് എടുത്തു തരുന്ന ബഹുവന്യരായ ഉസ്താദ് അവർക്ക് അല്ലാഹു എല്ലാ കഴിവുകളും ഒഴിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ KCRൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ക്ലാസുകളും ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ
അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവാനും ഈ പറയുന്ന ഞാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്താദ് അവറുകള് അവരുടെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞ കാര്യം, ഊന്നിപ്പറഞ്ഞ നമ്മളെ മക്കളെ കാര്യം, കുടുംബത്തിന്റെ നാഥന്മാരായ നാം അല്ലെങ്കിൽ ആവേണ്ട നാം നമ്മുടെ മക്കളെ കാര്യത്തിൽ പരമാവധി ശ്രദ്ധിക്കാൻ പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളിലും സന്ദർഭം കൊണ്ടും നമുക്ക് സാധിക്കാറില്ല. നാം പ്രവാസികളാണ്, നമ്മുടെ കുടുംബം അധിക പേരുടേതും നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരിയാണ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ എല്ലാ നിലക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫോണിലൂടെയും മറ്റുമായിട്ടാണ് നമ്മുടെ കുടുംബങ്ങളുമായി കൂടുതൽ സമയവും നമുക്ക് ഇടപഴകാൻ സാധിക്കുന്നത്. നേരിട്ട് നമുക്ക് 2 3 അല്ലെങ്കിൽ 15 1 മാസങ്ങൾ മാത്രമാണ്. 1 വർഷത്തിലോ 1.5 വർഷത്തിലോ അധികാലുടേതും 2 വർഷത്തിലോ ഈ രീതിയിലാകുമ്പോൾ നമ്മുടെ മക്കളെ കാര്യങ്ങൾ പരമാവധി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും നമ്മുടെ കുടുംബനാഥയായ നമ്മുടെ ഭാര്യയുടെയും കൈകളിലാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് പരമാവധി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങൾ ഏതെല്ലാം നിലക്ക് നോക്കിയാലും അവരെ എല്ലാ നിലക്കും തെന്നിമാറ്റുന്ന ജീവിത രീതിയാണ്. നമ്മുടെ വീട്ടിൽ നല്ല രീതി ഉണ്ടെങ്കിൽ തന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മക്കളെ പിഴപ്പിക്കുന്ന ടിവിയായിട്ടും മറ്റു കൂട്ടുകെട്ടുകളായിട്ടും എങ്ങോട്ട് പോകുകയാണെങ്കിലും നമ്മുടെ മക്കളെ കാര്യത്തിൽ വളരെ ഭയാനകരമായ ഒരവസ്ഥയാണെന്നുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത റമളാനിന്റെ നമ്മുടെ പൊതുപരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, അവസാനിച്ചെന്ന് തോന്നുന്നു. ഈ പരീക്ഷ കഴിഞ്ഞ് 5ാം ക്ലാസ് വിജയിച്ച മക്കളെ, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി 5ാം ക്ലാസ് വിജയിച്ച ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കഴിഞ്ഞ SSLC റിസൾട്ട് അറിഞ്ഞ സമയത്ത് +1 +2 നല്ല മാർക്കുള്ള വിദ്യാർത്ഥികളെ നമുക്ക് വാഫി കോഴ്സിലും വഫിയയിലും ചേർത്താൻ മാർഗമുണ്ടായിരുന്നു. അതിന്റെ സമയം അവസാനിച്ചു. ഇനിയിപ്പോ വരുന്നത് വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ദാറുൽ ഹുദ പോലത്തെ അതിന്റെ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളുമായി 10-20ഓളം സ്ഥാപനങ്ങളുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഈ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പരമാവധി ചേർത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നാം ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് മദ്രസ പാഠപുസ്തകങ്ങളിലും അവർ ഇപ്പോൾ പഠിക്കുന്ന ഏത് ക്ലാസ്സിലാണോ 6ലോ 7ലോ 5ലോ ഏത് ക്ലാസ്സിലാണ് അവർ സ്കൂൾ പഠിക്കുന്നത് ആ ക്ലാസ്സുകളിലും വേണ്ടത്ര ഉസ്താദുമാരെ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവനാനറിയുന്ന അവന് കഴിയുന്ന രീതിയിൽ മാഷുമാരെയോ അയൽവാസികളായ ഉയർന്നു പഠിക്കുന്ന കുട്ടികളെയോ വെച്ചുകൊണ്ട് ഇംഗ്ലീഷിലും കണക്കിലും മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ പരമാവധി അവർ പഠിക്കുന്ന ക്ലാസ്സിൽ ഊന്നി ഒരു ട്യൂഷൻ നൽകി. മദ്രസയിൽ 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ ഖിറാഅത്തും മറ്റു വിഷയങ്ങളിലൊക്കെ പരമാവധി ശ്രദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ട്യൂഷനും നൽകി. പരമാവധി നമ്മളൊക്കെ മക്കളെ ദാറുൽ ഹുദായിലെയും അതിന്റെ ബ്രാഞ്ചുകളിലോ ദാറുൽ ഹുദായിലോ അതിന്റെ ബ്രാഞ്ചിലോ ചേർത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നാം ശ്രദ്ധിക്കണം. അതിനുവേണ്ട പരിശ്രമം നടത്തേണ്ട സമയമാണിത്. റമളാൻ കഴിഞ്ഞാൽ ശവ്വാലിലാണ് അതിന്റെ പരീക്ഷയും, ഫോമുകളൊക്കെ റമളാനിൽ വിതരണം നടത്തി ശവ്വാലിലാണ് അതിന്റെ പരീക്ഷ. ഇങ്ങനെ നമ്മുടെ മക്കളെ സ്ഥാപനങ്ങളിൽ പരമാവധി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലാതെ ഒരു പരിധിവരെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മുടെ കടിഞ്ഞാണിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയാണ്. സാമ്പത്തികമായി ശേഷിയുള്ള
സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നും പാവങ്ങളിൽ നിന്നുമൊക്കെ എല്ലാ നിലയിലുള്ള ആളുകളിൽ നിന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഇത്തരം ആഗസ്റ്റ് 5-നാണ് പരീക്ഷ ഇൻഷാ അല്ലാഹ്. സാമ്പത്തികമായി ഉയർന്ന ആളുകളിൽ നിന്ന് നാം സംഭാവന സ്വീകരിച്ചും മറ്റു രീതിയിലൊക്കെ നമ്മുടെ ഉമറാക്കളും ഉലമാക്കളും ഇത്തരം സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇസ്ലാമികപരമായ ബോധവും ഇസ്ലാമികപരമായ ചുറ്റുപാടോടുകൂടി നമ്മളെ മക്കളെ പഠിപ്പിച്ച് വളർത്താൻ വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇത് പരമാവധി നമ്മളെ മക്കളെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം. നമുക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും പല സമയങ്ങളിലും നമ്മുടെ വീട്ടുകാരത്തി, നമ്മുടെ ഭാര്യയാണ് അതിനൊക്കെ തടസ്സമായി നിൽക്കാറ്. ഇപ്പോഴേ കുട്ടികളെ ചേർത്ത് 5 വയസ്സായി 5ാം ക്ലാസ്സിലായിട്ടുള്ളൂ, SLC കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ +1 കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ രീതിയിൽ നമ്മൾ എപ്പോഴും അത്തരം കാര്യങ്ങളിൽ നമുക്ക് ബോധമുണ്ടായാൽ തന്നെ നമ്മുടെ ഭാര്യമാരാണ് കുട്ടികളെ ചേർത്താൻ നാം മുതിരുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ പിടിച്ചു വലിക്കാർ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ ഉണർന്നുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ഉപദേശം നൽകി ഇത്തരം കാര്യങ്ങളിൽ നാം വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് സുന്ദരമായൊരു ഭാവി നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടുത്തെ പരീക്ഷ ഉള്ള സമയങ്ങളിൽ നാം ഇന്ന രീതിയിലായിരിക്കും ദാറുൽ ഹുദായിലെയും അതിന്റെ ബ്രാഞ്ചുകളിലെയും പരീക്ഷ എന്ന് കാലയെക്കൂട്ടി മനസ്സിലാക്കി അവർക്ക് ഇംഗ്ലീഷും കണക്കും മറ്റു വിഷയങ്ങളും മദ്രസയിലെ 5ാം ക്ലാസ്സിലെ വിഷയങ്ങളൊക്കെ പരമാവധി അതറിയുന്ന രീതിയിലുള്ള ഉസ്താദുമാരെയും അതറിയുന്ന അതിലേക്ക് ഇന്റർവ്യൂവിന് വേണ്ട ക്വസ്റ്റ്യങ്ങളൊക്കെ വരുന്ന അത് രീതി മനസ്സിലാക്കി അതിന് വേണ്ട ഒരു ചെറിയൊരു ഒരു ഒരുക്കം ഇന്റർവ്യൂവിന്റെ മുമ്പ് ഉസ്താദുമാരെ വെച്ചോ മാഷിമാരെ വെച്ചോ നാം നടത്തി എന്തായാലും ലഭിക്കണം എന്നുള്ള രീതിയിൽ നാം അതിനുവേണ്ടി പരിശ്രമം നടത്തണം. അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ഇന്റർവ്യൂ ഫയല് പൂരിപ്പിച്ചു കൊടുത്ത് കിട്ടിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരവസ്ഥ മാറ്റി അതിന്റെ ബ്രാഞ്ചുകളായ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ദാറുൽ ഹുദായിലാണ് നമുക്ക് ആഗ്രഹമുള്ളത്. പക്ഷേ ഒരു മുന്നൊരുക്കം നടത്തും കിട്ടണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി അതിനു വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തണം. ദാറുൽ ഹുദായിലാണ് നമുക്കൊക്കെ എപ്പോഴും ആഗ്രഹമുണ്ടാവാറ്. പക്ഷേ അതിന്റെ ബ്രാഞ്ചുകളായി മലപ്പുറം ജില്ലയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഓരോ ജില്ലകളിലുമുള്ള ആളുകൾക്ക് അവനാന്റെ ജില്ലകളിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹം ദാറുൽ ഹുദയിലായിരിക്കും. അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥാപനങ്ങളിലേക്ക് അവർ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് മാറ്റാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇത്തരം നമ്മളെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ചേർത്തി നമ്മുടെ മക്കളുടെ ഭാവി സുന്ദരമാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കട്ടെ പ്രവാസികളായ നമുക്ക് നമ്മുടെ ഉസ്താദ് അവറുകൾ ഊന്നിപ്പറഞ്ഞ മസ്ഊലുൻ അൻ റഅയതിഹി തന്റെ കുടുംബങ്ങളെപ്പറ്റിയുള്ള ചിന്ത, കുടുംബങ്ങളെപ്പറ്റിയുള്ള ഉത്തരവാദിത്വത്തെപ്പറ്റി നമ്മളോട് ചോദിക്കപ്പെടും എന്നുള്ള രീതിയിൽ ചിന്ത വന്നുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യം പരമാവധി ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ചേർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളാണല്ലോ നമ്മുടെ കാര്യമായി, നമ്മുടെ കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കപ്പെടും. അൻഫുസകും വ അഹ്ലീകും നാറ, നമ്മുടെ ശരീരം, നമ്മുടെ മക്കള്, നമ്മുടെ ബന്ധുമിത്രാദികള്, നമ്മുടെ ഭാര്യമാര്, മക്കള് എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സന്ദർഭം റമദാനാണ് കഴിഞ്ഞ് അള്ളാഹിന്റെ സമയം കഴിഞ്ഞല്ലോ, ശവ്വാലും കഴിഞ്ഞിപ്പോ എന്താ ചെയ്യാ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തല കയ്യെത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഓരോ സന്ദർഭത്തിനും അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പം റമദാൻ വരെ മുണ്ടാതെ കുത്തണ്ട് ഇഞ്ഞപ്പോൾ അതിന്റെ സമയം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്, ഇന്റർവ്യൂ കഴിഞ്ഞോ, ആളുകൾ ചേർത്തുന്ന സമയം കഴിഞ്ഞോ, അല്ലാ ഞാൻ ചേർത്തണമെന്ന് വിചാരിച്ചിനി, അതേ ഒരു ബോധമില്ലാതെ
പെട്ടെന്ന് വന്നുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവരുത്. ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ 10 കുട്ടിക്ക് എത്ര വയസ്സായി, എത്ര വയസ്സാകുമ്പോഴാണ് ചേർത്തല്, ഏത് സന്ദർഭത്തിലാണ് പിന്നെ പരീക്ഷ, എങ്ങനെയൊക്കെയാണ് പരീക്ഷയുടെ കോലം ചേല്, ഇതൊക്കെ നമ്മൾ ശരിക്കും നോക്കി പഠിച്ച് മനസ്സിലാക്കി സന്ദർഭത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ മക്കളെ കാര്യം ഭാസുരമാക്കണം. ക്ലാസ് കേട്ട് തരക്കടില്ല, അൽഹംദുലില്ലാ റാഹത്താണ്, കുഴപ്പമില്ല, പിന്നെ നമ്മൾ മടക്കി വെച്ചിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു മാസം റമദാൻ കഴിഞ്ഞിട്ടേക്കാരം പിന്നെ ബോധം. അത് പറ്റൂല. സന്ദർഭത്തിനനുസരിച്ച് ഉണർന്ന് പിന്നെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. റമദാൻ 20-ന് മുമ്പാണ് അപ്ലിക്കേഷൻ അയക്കേണ്ട സമയം. ഷവ്വാലാണ് പരീക്ഷ എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ചില കുട്ടികളുണ്ട്, ചില കുട്ടികളെ നമ്മൾ ഏത് രീതിയിലും എവിടെ ചിലപ്പോൾ കോണിപ്പടിമൽ ഇട്ട് പോയാലും ആ കുട്ടികൾ പിന്നെ ഒരു കുഴപ്പ കുട്ടിയൊക്കെ വരില്ല. പിന്നെ എന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയുണ്ട്. ആ ചെക്കനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓനെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെടും. ഓരപ്പം ഏത് കൂട്ടത്തിൽ എവിടേക്ക് കളിക്കാൻ വിട്ടാലും ഏത് ആളുകളൊപ്പം കൊണ്ടേയാക്കിയാലും ഓന് അതിലൊന്നും ചേരൂല. ഓനെ കൃത്യത്തിന് പള്ളിയിൽ പോവുക, നല്ല ഉഷാറായിട്ട് മദ്രസിലും സ്കൂളിലൊക്കെ നല്ല പഠനം പിന്നെ വളരെ റാഹത്തായി സ്കൂളിലും മദ്രസിലും നല്ല പഠനം, നല്ല ബുദ്ധി. അത് ഓന്റെ രക്ഷിതാക്കൾ ഓനെ വേണ്ടത്ര അത്തരം രീതിയിൽ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടൊന്നല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ആ മക്കള് അത്തരം ഒരു സുന്ദരമായ ഒരു വരദാനം പോലെ നൽകി എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില മക്കൾ അങ്ങനെയാണ്. ഓലിഞ്ഞ് എത്ര ഏത് കൂട്ടത്തിൽ കൂടുകയാണെങ്കിലും ഏത് പിന്നെ രൂപത്തിലാണെങ്കിലും ആ കൈസാടലും സെറ്റിലും ചേരാതെ തന്നെ നല്ല രീതിയിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ വേണ്ടത്ര ഇല്ലാതെ തന്നെ ചില മക്കള് അത് വളരെ പിന്നെ ദുർലഭമായി ഉണ്ടാകുന്നതാണ്. അങ്ങനെ എനിക്ക് എന്റെ കുടുംബത്തിൽ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചില കുട്ടികൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു അനുഗ്രഹമാണത്. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, പല പിന്നെ കാര്യങ്ങളെ കൊണ്ടായിരിക്കാം. ചില മക്കളെ പിന്നെ എത്ര സ്ഥാപനങ്ങൾ കൊണ്ടേയാക്കിയാലും അവിടുന്നൊക്കെ ചാടിപ്പോന്ന് അവിടുന്ന് പഠിക്കാനും പൂർത്തിയാക്കാനും സാധിക്കാത്ത രീതിയും ഉണ്ടായിരിക്കാം. അവൻ ചേർത്ത് നമ്മുടെ പരിശ്രമം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ നല്ല മക്കളാവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണല്ലോ. സ്വാലിഹായ സന്താനം വേണം. മക്കളുണ്ടായി മക്കൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കണം. മക്കൾ സ്വാലിഹായി പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രതിഫലം, നമുക്കതിന്റെ സവാബ് ലഭിക്കുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാലിഹായ സന്താനം എന്ന് പറഞ്ഞാൽ വലിയ താടി വെക്കുക, എപ്പോഴും തൊപ്പിട്ട് നടക്കുക എന്നുള്ളതല്ലല്ലോ. ആ ഇസ്ലാമിക വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി റാഹത്തായി സന്തോഷത്തോടുകൂടി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന റാഹത്തായ നല്ല മക്കള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മക്കളെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ പിന്നെ ഏതെല്ലാം ഷെറുകളുണ്ടോ, കെണിവലകളുണ്ടോ, അതിനെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, പലരുടെയും മാതാപിതാക്കള് ഖബറിന്റെ ഉള്ളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ പിന്നെ ക്ലാസ് റൂമിന്റെ സജീവമായ നമ്മുടെ പ്രവർത്തകൻ എപ്പോഴും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ അസുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് അസുഖമാണെങ്കിലും അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഓപ്പറേഷൻ അടുത്ത ദിവസമുണ്ടെന്ന് പറയുന്നു. അല്ലാഹു തആല പരിപൂർണമായ വിജയം നൽകി കുടുംബത്തോടൊന്നിച്ച് റാഹത്തായി സന്തോഷത്തോടുകൂടി ദീർഘകാലം ജീവിക്കാനും അദ്ദേഹത്തിന്റെ ഉമ്മക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുവന്ദര മഹാന്മാരായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി